Welcome to the new chapter of EC Learning, powered by Elegant Central. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications. ഹലോ എവ്രി വൺ, എല്ലാവരും വീട്ടിൽ സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വിനെഗർ, ബേക്കിംഗ് സോഡ, ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ വിനെഗർ ആ ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം നിറച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആവശ്യമില്ല, ആ പകുതി തന്നെ ധാരാളമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ ഗ്ലൗസിൽ ബേക്കിംഗ് സോഡ നിറച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആ ബേക്കിംഗ് സോഡ നിറച്ച് വെച്ച ആ ഗ്ലൗസ് നമ്മുടെ ഈ ഗ്ലാസ്സുമായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റബ്ബർ ബാൻഡാണ്. ആ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ നല്ല വൃത്തിക്ക് നല്ല ടൈറ്റ് ചെയ്ത് വെക്കണത്. ഈ ടൈറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ ഈ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്ന ആ ഗ്യാസ് എസ്കേപ്പ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലൗസും അതേപോലെ തന്നെ ഗ്ലാസും നല്ല ടൈറ്റ് ചെയ്ത് അവർ തമ്മിൽ നല്ല ടൈറ്റിലിരിക്കണം. അതിനുശേഷം നമ്മുടെ ഗ്ലൗസിലുള്ള ബേക്കിംഗ് സോഡ ഗ്ലാസ്സിലുള്ള വിനെഗറിലേക്ക് നമ്മൾ വീഴാൻ അനുവദിക്കണം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഴ്ത്തി കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി ആ ഗ്ലൗസിൻ്റെ ആ ബേക്കിംഗ് സോഡ ഉള്ള ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. ബേക്കിംഗ് സോഡയും വിനെഗറും തമ്മിലുള്ള റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. അപ്പോൾ ആ ഹൈഡ്രജൻ ഗ്യാസ് ആണ് നമ്മുടെ ഗ്ലൗസ് കളക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗ്ലൗസ് അവിടെ വീർക്കാൻ കാരണം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.